കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ തിയറി അഥവാ ഡിവിഡൻഡ് പോളിസി തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ ഡിവിഡൻഡ് തിയറികളുണ്ട്? ഫസ്റ്റ് വൺ ഇറലവൻസ് ഡിവിഡൻഡ് തിയറി, സെക്കൻഡ് വൺ റെലവൻസ് ഡിവിഡൻഡ് തിയറി. ഇറലവൻസ് ഡിവിഡൻഡ് തിയറിയിൽ മോദിഗ്ലാനി മില്ലർ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തതാണ് റെലവൻസ് ഡിവിഡൻഡ് തിയറി. റെലവൻസ് ഡിവിഡൻഡ് തിയറിയിൽ നമ്മൾ രണ്ട് തിയറികളാണുള്ളത്. വാൾട്ടർ ഡിവിഡൻഡ് മോഡൽ തിയറിയും രണ്ടാമത്തത് ഗോഡൽസ് ഡിവിഡൻഡ് മോഡൽ തിയറി. അതിൻ്റെ തിയറീസുകൾ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് വാൾട്ടർ ഡിവിഡൻഡ് മോഡൽ പറയുന്നത്? വാൾട്ടർ ഡിവിഡൻഡ് മോഡൽ ഡിവിഡൻഡ് പോളിസി എന്നുള്ളത് എന്താണ്? ഫേമിൻ്റെ വാല്യൂവിനെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയും എഫക്റ്റ് ചെയ്യും തന്നെ പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു വാൾട്ടർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കമ്പനി ആയിക്കോട്ടെ, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയും വേണം, അതുപോലെ തന്നെ ഡിവിഡൻഡ് പോളിസിയും വേണം. അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം തന്നെ പറയുന്നത്. അതിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്? ഡിവിഡൻഡ് പോളിസി. അപ്പോൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? നമുക്ക് ഭാവിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ റീറ്റേൺഡ് ഏർണിങ്സിന് മാറ്റി വെക്കുക, അല്ലാതെ ഡിവിഡൻഡ് പേ ചെയ്തോട്ടെ. അതിനെയാണ് വാൾട്ടർ ഡിവിഡൻഡ് മോഡലിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സിന് മാറ്റി വെച്ചോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിവിഡൻഡ് പേ ചെയ്തോട്ടെ. അതാണ് വാൾട്ടർ ഡിവിഡൻഡ് മോഡലും പറഞ്ഞിട്ടുള്ളത്. വാൾട്ടർ ഡിവിഡൻഡ് മോഡലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ 3 കേസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഈ 3 കേസ് വെച്ചിട്ടാണ് എന്തൊക്കെ? ആർ ഗ്രേറ്റർ ദാൻ കെ, ആർ ലെസ് ദാൻ കെ, ആർ ഈക്വൽ ടു കെ. അതാണ് നമുക്ക് കാണേണ്ടത്. ഈ 3 കേസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്കൊരു ഇക്വേഷന് ഒക്കെ ബേസ് ചെയ്ത് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റത്തേതാണ് മാത്തമാറ്റിക്കൽ ഫോർമുല. അതിൽ പി ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ജി. നമ്മളെ വാൾട്ടർ ഡിവിഡൻഡ് മോഡലിൽ 2 ഇക്വേഷൻസ് ആളുണ്ട്. 2 ഇക്വേഷൻസിൻ്റെ മോഡലാൾ ഇതിൽ വരുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഏത് ഇക്വേഷൻസ് ആണ് സെലക്ട് ചെയ്യാന്നുണ്ട്. അത് ഫസ്റ്റത്തെ ഇക്വേഷനാണ് പി ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ജി. ഈ ഇക്വേഷന് എന്ന് പറയുന്നത് ഷെയർ വാല്യുവേഷൻ മോഡലാണ്. ഷെയർ വാല്യുവേഷൻ മോഡലാണ് ഈ ഇക്വേഷൻ. എന്താണ് ഷെയർ വാല്യുവേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനിയുടെ യഥാർത്ഥ മൂല്യം കണക്കാക്കുന്ന രീതിയാണ് ഷെയർ വാല്യുവേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? കമ്പനിയുടെ ഗ്രോത്തിനെ ബേസ് ചെയ്യുന്ന ഇക്വേഷനാണ് വാൾട്ടർ ഡിവിഡൻഡ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും എപ്പോൾ? കമ്പനിയുടെ വളർച്ചാ നിരക്ക് സ്ഥിരമാകും. ഇപ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് സ്ഥിരമാകുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷവും ഒരു നിശ്ചിത ശതമാനം ഡിവിഡൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ ഇന്നത്തെ വില എത്രയായിരിക്കും എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പി ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ജി യൂസ് ചെയ്യുന്നത്. കമ്പനിയുടെ ഓരോ വർഷവും ഡിവിഡൻഡ് കൂട്ടി നൽകുമെന്ന് നമുക്ക് ഇപ്പം കമ്പനീൻ്റെ ഓരോ വർഷവും ഡിവിഡൻഡ് നമുക്ക് കൂട്ടി നൽകുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. അതിൽ പി എന്ന് പറഞ്ഞത് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയറും, ഡി എന്ന് പറഞ്ഞത് ഇനീഷ്യൽ ഡിവിഡൻഡ് പെർ ഷെയറും, കെ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലും, ജി എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ജി കാണാനല്ലേ പറഞ്ഞിട്ടില്ലേ? ജി പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ്. സെക്കൻഡ് വൺ, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇതൊരു മാനേജ്മെൻറ്റ് ഡിസിഷൻ ഇക്വേഷനാണ്. പി ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ ഇ എന്ന് പറയുന്നത്. അപ്പം എന്ത് പറയണത്? ₹1 ലാഭമുണ്ടായാൽ അത് ഡിവിഡൻഡായി കൊടുക്കണോ, അത് റീറ്റെയിൻഡ് ഏർണിങ്സിന് മാറ്റി വെക്കണോ, അതോ ബിസിനസ്സിൽ തന്നെ വെക്കണോ എന്ന് തീരുമാനിക്കുമ്പോഴുള്ള കമ്പനിയുടെ വരുമാന നിരക്കാണ് എന്ത് പറയണത്? ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ ഈ
ഈ ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയി. ഇപ്പോൾ കുറച്ച് ഡിവിഡൻഡ്, ഈ ഓരോരോ ഡിവിഡൻറ്റും ഓരോ റീറ്റേൺഡ് ഏർണിങ്സും എങ്ങനെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഇക്വേഷന് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയി ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ ഒരു ഇക്വേഷൻ, ഫസ്റ്റത്തെ ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരിക, സെക്കൻഡ് ഇക്വേഷൻ വരുമ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാണ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഷെയർ വാല്യുവേഷൻ മോഡലാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇതൊരു മാനേജ്മെൻറ്റ് ഡിസിഷൻ ആണെന്ന് പറയുന്നത്. ഇപ്പോൾ 1 രൂപ ലാഭം ഉണ്ടായാൽ അത് ഡിവിഡൻഡ് ആയി കൊടുക്കണോ, അതോ റീറ്റെയിൻഡ് ഏർണിങ്സിന് മാറ്റി വെക്കണോ, അതോ ബിസിനസ്സിൽ തന്നെ വെക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഇതിൽ നമുക്ക് ആറും കെയും അതുപോലെ ഡിവിഡൻറ്റിൻ്റെ പല എഫക്റ്റൊക്കെ തന്നാലാണ് ഏത് ഇക്വേഷൻ ചെയ്യുന്നത്, രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് പറഞ്ഞു ഫസ്റ്റത്തെ അതിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ പി എന്ന് പറഞ്ഞാൽ എന്താ, പി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, ഡി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെർ ഷെയർ, ആർ ഇസ് ഈക്വൽ ടു ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, കെ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, ഇ ഇസ് ഈക്വൽ ടു ഏർണിംഗ് പെർ ഷെയർ. ഇപ്പോൾ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ ഫേം. ക്യാപിറ്റലൈസേഷൻ റേറ്റ് കെ എന്ന് പറയുന്നത് എത്ര, 10% ആണ്. കെ എന്ന് പറഞ്ഞാൽ 10% ആണ്. ഏർണിംഗ് പെർ ഷെയർ ഇ എന്ന് പറയുന്നത് 12 ആണ്. ഒരു ഷെയറിൻ്റെ വില എത്രയാണ്, 12% പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ 3 റേറ്റ് ഓഫ് റിട്ടേൺ അസ്യൂം ചെയ്യാനാണ് പറഞ്ഞത്. 3 റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇതൊക്കെ. ആർ ഇസ് ഈക്വൽ ടു 16%, ആർ ഇസ് ഈക്വൽ ടു 8%, ആർ ഇസ് ഈക്വൽ ടു 10%. റേറ്റ് ഓഫ് റിട്ടേൺ ആറാട്ടോ. ആർ ഇസ് ഈക്വൽ ടു 3 റേറ്റ് ഓഫ് റിട്ടേൺ അസ്യൂം ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 16% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും നമ്മളെ പെർ ഇക്വിറ്റി ഷെയറിൻ്റെ വില. 8% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ 10% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടി അതിൻ്റെ എഫക്റ്റ് നമ്മൾ നോക്കണം. അതിൻ്റെ എഫക്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഷോ ഓഫ് ദ ഡിവിഡൻഡ് പോളിസി ഓൺ മാർക്കറ്റ് പ്രൈസ് ഷെയർ ഇഷ്യൂഡ് വാൾട്ടർ മോഡൽ അറ്റ് ദ ഫോളോയിങ് പേ ഔട്ട് റേഷ്യോ. എ 10%, ബി 15%, സി 75%, ഡി 100%. ഇപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, അതിൽ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റലൈസേഷൻ 10% തന്നിട്ടുണ്ട്. ഒരു ഷെയറിൻ്റെ വില 12 ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, 16% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിവിഡൻഡ് റേറ്റ് ആൾ തന്നിട്ടുണ്ട്. ഈ ഡിഫറെൻറ്റ് ഡിവിഡൻഡ് റേറ്റിൽ എത്രയാണോ അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എഫക്റ്റ് നമ്മൾ കാണണം. അതിന് വേണ്ടി അതിൻ്റെ എഫക്റ്റ് കാണാൻ നമ്മൾ പറയണം. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നതും ഷെയർ പ്രൈസും തമ്മിൽ എഫക്റ്റ് കാണാൻ വേണ്ടി ഇവിടെ 4 ഓപ്ഷന് തന്നിട്ടുണ്ട്. എന്ത്, ഡിവിഡൻഡ് റേറ്റും അതിൻ്റെ ഷെയർ പ്രൈസും, ഡിവിഡൻഡ് റേറ്റും അതിൻ്റെ ഷെയർ പ്രൈസും തമ്മിലുള്ള എഫക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതാണ് ഏതൊക്കെ, 0%, 15%, 75%, 100%. നമ്മളൊരു ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ 50% ഡിവിഡൻഡ് കൊടുത്താൽ, 75% ഡിവിഡൻഡ് കൊടുത്താൽ, 100% ഡിവിഡൻഡ് കൊടുത്താൽ, അങ്ങനെയൊക്കെ നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് ഏതൊക്കെയാണ്, 0%, 15%, 75%, 100% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 4 ഓപ്ഷനിലും ഇപ്പോൾ ഈ 4 ഓപ്ഷനിലും നമ്മൾ ഈ 3% വെച്ചിട്ട് നമ്മൾ ഓരോന്നും കാണുന്നുണ്ട്. അപ്പം എന്താ നമ്മൾ പറയുക, ഡിവിഡൻഡ് എഫക്റ്റും റേറ്റ് ഓഫ് റിട്ടേൺ തന്നാൽ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, രണ്ടാമത്തെ ഇക്വേഷനായ പി ഇസ് ഈക്വൽ ടു ഡി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ ഇ കാണണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ട് ഇവിടെ എഫക്റ്റും ഡിവിഡൻറ്റും തന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ ആളെ ഏതൊക്കെയാണ് നമുക്കുള്ള റേറ്റ് ഓഫ് റിട്ടേൺ,
റേറ്റ് ഓഫ് റിട്ടേൺ ഏതൊക്കെയുള്ളത്? ഇവിടെ നമുക്ക് ആദ്യം എല്ലാതൊന്നും എടുത്തെഴുതാന്ന് പറഞ്ഞാൽ KE ക്യാപിറ്റലൈസേഷൻ റേറ്റ് 10%, അതുപോലെ തന്നെ ഏർണിംഗ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു 12. അസ്യൂംഡ് റേറ്റ് ഓഫ് റിട്ടേൺ 6, ഫസ്റ്റ് 16%, സെക്കൻഡ് എത്ര 8%, തേർഡ് 10%. ഓക്കെ അല്ലേ? നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ആൾ ഏതൊക്കെ? 16% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് റേറ്റ് 0%, ഡിവിഡൻഡ് ഒന്നും കൊടുക്കാതെ നിൽക്കുമ്പോൾ നമുക്ക് എത്ര ഇക്വിറ്റി മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ കിട്ടും നമ്മൾ നോക്കണം. അതാണ് കാണേണ്ടത്. അപ്പോൾ എത്ര കിട്ടും നമ്മൾ നോക്കണം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 എണ്ണത്തിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ സമയത്തും ആദ്യം നോക്കേണ്ടത് നമ്മൾ എന്താണ്? 0% ആണ് പേ ഔട്ട് റേഷ്യോ എങ്കിൽ ഈ കേസിൽ അപ്പോൾ 0% ആണ് നമ്മളെ പേ ഔട്ട് റേഷ്യോ. ഫസ്റ്റത്തെ 0% ആണ് പേ ഔട്ട് റേഷ്യോ എങ്കിൽ നമ്മൾ ഓരോ 6 വെച്ചിട്ട് നമ്മൾ കാണും. ഓരോ റേറ്റ് ഓഫ് റിട്ടേണിലും നമുക്ക് എത്ര കിട്ടണം, മാർക്കറ്റ് പ്രൈസ് ഷെയർ എത്രയാണ് നമ്മൾ നോക്കണം. അതിലെന്തൊക്കെ A ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? when dividend payout ratio is 0%. 0% ഡിവിഡൻഡ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ 16% വരുമ്പോഴും, റേറ്റ് ഓഫ് റിട്ടേൺ 8% വരുമ്പോഴും, റേറ്റ് ഓഫ് റിട്ടേൺ 10% വരുമ്പോഴും നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ നമ്മൾ കാണണം. ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടാണ് കാണണം നമ്മൾ. അപ്പോൾ ഇതിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഫസ്റ്റത്തെ 16% ആണ്. അപ്പോൾ നമ്മൾ ഓരോ ഇക്വേഷൻ എഴുതുക. ഫസ്റ്റത്തേൽ P ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണേ? ആദ്യം R ഈക്വൽ ടു 16% കിട്ടിയാൽ, R ഈക്വൽ ടു 8% കിട്ടിയാൽ, R ഈക്വൽ ടു 10% കിട്ടിയാൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആദ്യം ഇത് എഴുതണം. വെൻ ഡിവിഡൻഡ് 0% കിട്ടുമ്പോൾ നമ്മളെ മാർക്കറ്റ് പ്രൈസ് ഷെയർ എത്ര നോക്കണം. അപ്പോൾ നമ്മൾ 3 വെച്ച് കൊടുക്കുക. ഏത് നമ്മളെ ഇക്വേഷന്? P ഈക്വൽ ടു D പ്ലസ് R ഡിവൈഡഡ് ബൈ KE ഇൻറ്റു E മൈനസ് D ഡിവൈഡഡ് ബൈ KE. E ഡിവൈഡഡ് ബൈ KE കണ്ടു. അതിൽ നമുക്ക് ഫസ്റ്റ് D എത്രയാണ്? ഡിവിഡൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഡിവിഡൻഡ് ഈ R ഈക്വൽ ടു 60%, റേറ്റ് ഓഫ് റിട്ടേൺ 16% കിട്ടുമ്പോൾ ഫസ്റ്റത്തെ കേസ് നമ്മൾ എന്താണ്? ഡിവിഡൻഡ് 0% കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഉള്ള മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ കാണാനാണ്. ഡി ഉണ്ടോ? ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പ്ലസ് R എത്ര? 16%. 16% കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 0.16 കിട്ടും. 16% നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ച 16 എന്നിട്ടിട്ട് പെർസെൻറ്റേജ് കൊടുത്തിട്ട് ഇൻറ്റു പെർസെൻറ്റേജ് കൊടുത്തിട്ട് ഈക്വൽ ടു അടിച്ചാൽ 0.16 കിട്ടും. ഡിവൈഡഡ് ബൈ KE എത്ര? KE എത്ര? 10%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 10% പറഞ്ഞു. 10% കാൽക്കുലേറ്റർ ചെയ്ത 0.10 കാണാം. നെക്സ്റ്റ് ഇൻറ്റു E എത്ര? ഏർണിങ്സ് 12. D എത്ര? D 0 അല്ലേ? 0 ആണ്. ഡിവൈഡഡ് ബൈ KE 10%. KE 10%. 0.10. 10% ഒക്കെ ഇക്വേഷൻ പെർസെൻറ്റേജ് കണ്ടിട്ട് എഴുതട്ടോ. നമുക്ക് വേഗം കൂട്ടാൻ സുഖമായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ എന്താ കിട്ടി? ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 192 കിട്ടും. 192 കിട്ടും. ആദ്യം എന്ത് ചെയ്യണം? 0 ഇത് രണ്ടും ആദ്യം 0.16 0.10 നമ്മൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനെ 0 കൊണ്ട് പ്ലസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 12 മൈനസ് 0 ചെയ്യുക. 12 0 പോയാൽ എത്ര? 12 തന്നെ. 12 0 പോയാൽ 12 തന്നെ. അപ്പോൾ 12. അപ്പോൾ ഈ കിട്ടിയ ഉത്തരത്തിന് 12 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഡിവൈഡഡ് ബൈ 0.10. ഉത്തരം 192 കിട്ടും. രണ്ടാമത്തത് റേറ്റ് ഓഫ് റിട്ടേൺ 8% ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവിഡൻഡ് 0% ആകുമ്പോൾ ഡിവിഡൻഡ് 0,
പ്ലസ് ആറ് എത്ര 8 അല്ലേ 0.08 8% ശതമാനം കാൽക്കുലേറ്ററിൽ കാണാം .10 ഇൻറ്റു ഈ 12 മൈനസ് 0 ഡിവൈഡഡ് ബൈ KE 0.10. കാരണം പെർസെൻറ്റേജ് ആണ് 10% പെർസെൻറ്റേജ് ആണ് കേട്ടോ 10% പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ കണ്ടാൽ 0.10 തന്നെ ഉള്ളു കിട്ടുക. എല്ലാവർക്കും ഡൗട്ട് വരരുതേ. ഇത് ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇത് രണ്ടും ചെയ്യാം. ഇത് രണ്ടും ചെയ്തിട്ട് ഇതിനോട് പ്ലസ് ചെയ്യുക. നെക്സ്റ്റ് 12 മൈനസ് 0 കൊണ്ട് മൈനസ് ചെയ്യുക 12 കിട്ടും. നെക്സ്റ്റ് ഇതും ഇൻറ്റു ചെയ്തിട്ട് എഴുതുക. എന്നിട്ട് ഇതിനെ കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും 96 കിട്ടും. നെക്സ്റ്റ് നമുക്ക് നമ്മൾ R= ഡിവിഡൻഡ്. ഇതിലൊക്കെ ഫസ്റ്റ് നമ്മൾ ഡിവിഡൻഡ് റേറ്റ് 0 അല്ല എടുത്തുകൊണ്ട് ഡിവിഡൻഡ് റേറ്റ് 0. ഇതിനും തന്നെ ഡിവിഡൻഡ് റേറ്റ് 0 വെച്ചാണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ മാറ്റി വെക്കുക. 10%-ൻ്റെ പെർസെൻറ്റേജ് 0.10 ഡിവൈഡഡ് ബൈ KE 0.10 ഇൻറ്റു 12 മൈനസ് 0 ഡിവൈഡഡ് ബൈ 0.10. എത്ര കിട്ടുക 120 കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഡിവിഡൻഡ് റേറ്റ് 0 ആകുമ്പോൾ നമ്മൾ എങ്ങനെ കാണുക ഇതുപോലെ നമ്മൾ കാണണം. ഡിവിഡൻഡ് റേറ്റ് 0 ആകുമ്പോൾ നമ്മളിങ്ങനെ കാണണം. നെക്സ്റ്റ് വെൻ ഡിവിഡൻഡ് പേ ഔട്ട് വരും. നെക്സ്റ്റ് എന്താ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് 4 ഓപ്ഷൻസ് ആണുണ്ട്. 4 എഫക്റ്റ് ഉണ്ട്. വാൾട്ടർ മോഡലിൻ്റെ 4 എഫക്റ്റ് തന്നു. ഡിവിഡൻഡ് 0 ആകുമ്പോഴും ഡിവിഡൻഡ് 50% കൊടുക്കുമ്പോഴും ഡിവിഡൻഡ് 75% കൊടുക്കുമ്പോൾ ഡിവിഡൻഡ് 100% കൊടുക്കും. അപ്പോൾ നമ്മൾ 0% കഴിഞ്ഞു. നെക്സ്റ്റ് വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് 50%. അപ്പോൾ എങ്ങനെ 50%-ൻ്റെ എങ്ങനെ നമ്മൾ കാണും ഡിവിഡൻഡ്? അപ്പോൾ ഡിവിഡൻഡ് കാണാൻ 50% ഡിവിഡൻഡ് നമ്മൾ എത്ര കാണാൻ എന്ത് ചെയ്യുക ഏർണിംഗ് പെർ ഷെയറിൻ്റെ പെർസെൻറ്റേജ് ഷെയർ ഓഫ് പെർസെൻറ്റേജ് ഏർണിംഗ് പെർ ഷെയറിൻ്റെ പെർസെൻറ്റേജ് കാണാം. ഏർണിംഗ് പെർ ഷെയർ എത്ര 12. ഏർണിംഗ് പെർ ഷെയർ 12. ഇതാ ഏർണിംഗ് പെർ ഷെയർ 12 ഇൻറ്റു 50%. 50 ഡിവൈഡഡ് ബൈ 100. 12-ൻ്റെ 50%. 12-ൻ്റെ 50%. അപ്പോൾ 50 കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഏർണിംഗ് എടുക്കാൻ കാരണം ഒരു ഷെയറിൻ്റെ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് 12. ആ ഏർണിങ്സ് നിന്ന് നമ്മൾ എത്ര ഡിവിഡൻഡ് കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 12 രൂപ ഡിവിഡൻഡ് ഒരു ഷെയറിന് കിട്ടിയാൽ അതിൻ്റെ 50% വെച്ചാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക. അപ്പോൾ 12-ൻ്റെ 50% 12 ഇൻറ്റു 50/6 100 6 രൂപയാണ്. 6 രൂപ എന്നാണ് നമ്മൾ രണ്ടാമത്തിൽ ഡിവിഡൻഡ് കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ കാണാം? അതിൽ നമ്മൾ കണ്ടു R= 16%, R= 8%, R= 10%. നമ്മളിവിടെ ഇത് കാണണം. ഡിവിഡൻഡ് റേറ്റ് എത്ര 6. ഡിവിഡൻഡ് റേറ്റ് 6. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതണം. P D plus R divided by KE into E minus D divided by KE. D എത്ര നമുക്ക് കിട്ടിയത്? D എത്രയാണ്? D 6 പ്ലസ് R എത്ര 16%, 0.16, KE 0.10 ഇൻറ്റു ഏർണിങ്സ് 12 മൈനസ് D 6 ഡിവൈഡഡ് ബൈ KE 10%, 0.10. എത്ര നമുക്ക് കിട്ടുക? 156 കിട്ടും. 156 കിട്ടും. 156 അതുപോലെ തന്നെ ഇതും കാണാം. 6 പ്ലസ് ഡിവിഡൻഡ് 6 8%, 0.08 ഡിവൈഡഡ് ബൈ 0.10 KE 10%, ഇൻറ്റു ഈ 12 മൈനസ് 6 ഡിവൈഡഡ് ബൈ KE 0.10. എത്ര കിട്ടുക? 108 കിട്ടും. രണ്ടാമത്തിൽ
6 ഡി പ്ലസ് 0.10 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു 12 മൈനസ് 6 ഡിവൈഡഡ് ബൈ 0.10 കിട്ടി. ഈക്വൽ ടു എത്ര? 120. ഇതാണ് മൂന്നാമത്തത്. അപ്പോൾ 156, 108, 120 കിട്ടി. നെക്സ്റ്റ് നമ്മൾ അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ നമ്മൾ എന്താ കാണുന്നുണ്ട്? മൂന്നാമത്തതിൽ നമ്മൾ സി വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈ 75% നമുക്ക് കിട്ടുന്ന ഏർണിങ്സിൻ്റെ 75% നമ്മൾ ഡിവിഡൻഡ് ആക്കി കൊടുത്താൽ ഓരോ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുമ്പോഴും നമുക്ക് എത്ര മാർക്കറ്റ് പെർ ഷെയർ ഉണ്ട് നോക്കണം. അപ്പോൾ എന്താ ഏർണിങ്സിൻ്റെ 75% നമുക്ക് എത്ര ഏർണിങ്സ്? 12 ഇൻറ്റു 75%. 12 രൂപ നമുക്ക് ഏർണിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 75% എത്ര? 9. അപ്പോൾ 9 രൂപ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എത്ര നോക്കാം. 9 ഇക്വേഷൻ നോക്കാം. ആർ സി ഈക്വൽ ടു നമ്മൾ എത്ര? 16%. ആർ സി ഈക്വൽ ടു 8%. ആർ സി ഈക്വൽ ടു 10%. മറ്റേതുപോലെ തന്നെ കാണാം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ഇപ്പം എത്ര ഇതിൽ കൊടുക്കണേ? 9. ഡിവിഡൻഡ് 9. എന്ത് രൂപ വെച്ച് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്? ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ഡി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ കെ ഇ ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ ഇ. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എത്ര? ഡി എത്ര? 9 പ്ലസ് ആർ എത്ര? 6.16 കെ 0.10 ഇൻറ്റു ഈ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ഈ എത്ര? ഈ ഏർണിങ്സ് 12 ഡി 9 ഡിവൈഡഡ് ബൈ കെ 0.10. എത്ര ഉത്തരം കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന ഉത്തരം 138. അതുപോലെ തന്നെ ഇതും ചെയ്യാം. പി സി ഈക്വൽ ടു എത്രയാണ്? ഡി 9 പ്ലസ് 0.8% 0.08 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു ഈ 12 മൈനസ് 9 ഡിവൈഡഡ് ബൈ 0.10. എത്ര നമുക്ക് കിട്ടുന്നത്? 114 കിട്ടുന്നുണ്ട്. അടുത്തത് അതുപോലെ തന്നെ കാണാം. ഡി 9 6.10 10% 6 കെ 10% 0.10 ഇൻറ്റു ഈ 12 മൈനസ് ഡി 9 ഡിവൈഡഡ് ബൈ കെ 0.10 ഇസ് ഈക്വൽ ടു 120 നമുക്ക് കിട്ടി. 120 കിട്ടി. അതുപോലെ തന്നെ നമ്മൾ ഡി നാലാമത്തെ. അപ്പോൾ ഏതൊക്കെ? 0% ഡിവിഡൻഡ് കിട്ടിയാൽ, 50% ഡിവിഡൻഡ് കിട്ടിയാൽ, 70% ഡിവിഡൻഡ് കൊടുത്താൽ, അതേപോലെ തന്നെ അഞ്ചാമത്തിന് എന്താ? വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് 100%. 100% നമ്മൾ ഡിവിഡൻഡ് കൊടുത്താൽ നമുക്ക് എങ്ങനെ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു മാർക്കറ്റ് പ്രൈസ് ഓഫ് പെർ ഷെയർ നമുക്ക് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ആർ സി ഈക്വൽ ടു 16%, ആർ സി ഈക്വൽ ടു 8%, ആർ സി ഈക്വൽ ടു 10%. അങ്ങനെ ഈ 3 റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ കേസിലും നമ്മൾ നോക്കാം. അപ്പോൾ 100% നമുക്ക് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ എത്ര കാരണം ഡിവിഡൻഡ് ഏർണിങ്സ് 12 ഏർണിങ്സ് കിട്ടിയിട്ട് അതിന് 100% കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എത്ര? 12 തന്നെയാണ്. ഡി സി ഈക്വൽ ടു 12. അങ്ങനെ ഡി വെച്ചാണ്ട് പി സി ഈക്വൽ ടു ഡി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ കെ ഇ ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ ഇ കാണാം. ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ ഇ. എത്ര നമുക്ക് ഇക്വേഷൻസ് ആണ് എന്താ ചെയ്യുക? 12 പ്ലസ് എത്ര? 6.16 ഡിവൈഡഡ് ബൈ കെ 0.10 ഇൻറ്റു ഈ ഏർണിങ്സ് എത്ര കിട്ടണത്? ഏർണിങ്സ് നമുക്ക് കിട്ടണ ഏർണിങ്സ് 12 മൈനസ് ഡി എത്ര? 12 ഡിവൈഡ് ബൈ 0.10. എത്ര നമുക്ക് കിട്ടണ ഉത്തരം? 120.
ഇതും അതുപോലെ തന്നെ ചെയ്യാം. ഡി എത്ര 12 പ്ലസ് ആറ് എത്ര നമുക്ക് കിട്ടണേ 8% 0.08 ഡിവൈഡഡ് ബൈ കെ 0.10 ഇൻറ്റു ഈ എത്ര 12 മൈനസ് ഡി 12 ഡിവൈഡഡ് ബൈ കെ 0.10 120 കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഡി 12 പ്ലസ് റേറ്റ് 0.10 കെ 0.10 ഇൻറ്റു ഈ 12 ഡി 12 ഡിവൈഡഡ് ബൈ കെ 0.10 ഉത്തരം 120 കിട്ടി. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും നമ്മൾ കണ്ടു. രണ്ടാമത് വന്ന് 50% നമ്മൾ കൊടുക്കുമ്പോൾ അത് എത്രയാണോ റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾ ഡിവിഡൻഡ് കാണുക. ആ ഡിവിഡൻഡ് കണ്ടിട്ട് ആ ഡിവിഡൻഡ് ഡിവിഡൻഡിൽ മാർക്കറ്റ് പെർ ഷെയർ പ്രൈസ് പെർ ഷെയർ നമ്മൾ ഓരോന്നിൻ്റെയും കണ്ടു. ഡിവിഡൻഡ് ഒന്നും കൊടുക്കാതിരുന്നപ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ നമ്മൾ കണ്ടു. ഡിവിഡൻഡ് 50% പകുതിയും കൊടുത്തപ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ നമ്മൾ കണ്ടു. ഡിവിഡൻഡ് 75% കൊടുത്തപ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ നമ്മൾ കണ്ടു. ഡിവിഡൻഡ് 100% കൊടുത്തപ്പോഴും മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ നമ്മൾ കണ്ടു. ഇതിൽ നമ്മൾ ഈ 4 എഫക്റ്റും നമ്മൾ ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഓക്കെ അല്ലേ? ഇതിൽ നമുക്ക് എങ്ങനെ മനസ്സിലായത്? അതിൽ നമ്മുടെ പേ ഔട്ടിൽ വ്യത്യാസം വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ഷെയർ പ്രൈസിലും ചേഞ്ച് വന്നിട്ടുണ്ട് ഇല്ലേ? കാരണം ഡിവിഡൻഡിൻ്റെ നമ്മൾ ഓരോന്നിലും നമ്മൾ ചെയ്തു. എങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്? ഓരോ ഡിവിഡൻഡ് കൊടുക്കലും നമുക്ക് ഡിഫറൻസ് വന്നപ്പോൾ ഓരോന്നിലും ഡിവിഡൻഡ് കൊടുക്കലും നമുക്ക് ഡിഫറൻസ് വന്നപ്പോൾ ഫസ്റ്റ് 0% കൊടുത്തപ്പോൾ കിട്ടുന്ന മാർക്കറ്റ് പ്രൈസ് ഷെയറിൽ നമുക്ക് ഡിഫറൻസ് വന്നു 192, 96, 120. 0% കൊടുത്തപ്പോൾ കിട്ടുന്ന ഷെയർ പ്രൈസ് ഇങ്ങനെ 50% കൊടുക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഷെയർ പ്രൈസ് 186, 108, 120. അതുപോലെ തന്നെ 75% കൊടുക്കുമ്പോൾ 138, 114, 120. അതുപോലെ തന്നെ 100% നമ്മൾ കൊടുക്കുമ്പോൾ 120, 120, 120. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഡിവിഡൻഡിൻ്റെ പേ ഔട്ട് കൊടുക്കുന്നതിൽ വ്യത്യാസം വന്നപ്പോൾ ഷെയറിൻ്റെ പ്രൈസിൽ നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. ഡിവിഡൻഡ് കൊടുക്കുന്നത് കമ്പനി എന്താണോ തീരുമാനിക്കുന്നത് തീർച്ചയായും വാല്യൂവിൽ എഫക്റ്റിന് പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ വാൾട്ടർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിലില്ലേ ഡിവിഡൻഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഡിവിഡൻഡ് കൊടുക്കുന്നതിനനുസരിച്ച് കമ്പനി എന്താണോ തീരുമാനിക്കുന്നത് തീർച്ചയായും വാല്യൂവിൽ എഫക്റ്റ് പ്രാധാന്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞതാ. ഇപ്പം ഈ 4 എഫക്റ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഇതിൽ നമ്മുടെ പേ ഔട്ട് പറഞ്ഞാൽ 0% ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ, 50% ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ, 75% ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ, 100% ഡിവിഡൻഡ് കൊടുക്കുമ്പോഴും ഓരോ നമുക്ക് കിട്ടുന്ന ഷെയറിൻ്റെ ഓരോ പ്രൈസിലും നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഈ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി എന്താണോ തീരുമാനിക്കുന്നത് തീർച്ചയായും അതിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ല ഈ ഡിവിഡൻഡ് കൊടുക്കുന്നതനുസരിച്ച് നമ്മളെ വാല്യൂവിൽ മാറ്റം വരുന്നുണ്ട്. അതല്ലേ വാല്യൂവിൽ എഫക്റ്റ് ചെയ്യുന്നില്ല? ഒരു കമ്പനീൻ്റെ വാല്യൂവിൽ എഫക്റ്റ് ചെയ്യുന്നില്ലേ? അതല്ലേ ഈ തിയറി പറയുന്നത്. അപ്പം നമ്മൾ ഈ ചെയ്ത റെലവൻസ് തിയറി ശരിയല്ലേ? ശരിയാണ്. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ തന്നെയാണ് കിട്ടുന്നത്. ഫസ്റ്റത്തെ നമുക്ക് പേ ഔട്ട് ഇവിടെ ഒന്നും പേ ഔട്ട് കൊടുക്കാതിരുന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ഷെയറിൻ്റെ പ്രൈസ് 192, 16% 192, 8% 96,
അതുപോലെ തന്നെ 10% 120 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 50% കൊടുക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് ഷെയർ പ്രൈസ് 150, 108, 120 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 75% ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷെയർ പ്രൈസ് 138, 114, 120. 100% ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് പ്രൈസ് 120, 120, 123, 120 കിട്ടിയ ഡിവിഡൻഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഫേമിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നുണ്ട്. ഡിവിഡൻഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഫേമിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ 6 കൂടിയാൽ 100% നമ്മൾ റിട്ടേൺ ചെയ്യണം. അപ്പോൾ 6 ഇപ്പം നമ്മൾ ഈക്വേഷനിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഈ വാൾട്ടർ മോഡലിൽ നമ്മൾ 3 കേസ് പറഞ്ഞിട്ടുണ്ട്. 6 ഗ്രേറ്റർ ദാൻ KE. അപ്പം നമ്മൾ 6 ഗ്രേറ്റർ ദാൻ KE. 6 ഇപ്പം എത്ര? 16%. 6 ഗ്രേറ്റർ ദാൻ KE 10%. ഈ ഒരു കേസ് ഉണ്ട് നമുക്ക്. അതുപോലെ 6 ലെസ് ദാൻ KE എങ്ങനെ? 6 നമുക്ക് എത്ര? 8%. ലെസ് ദാൻ KE 10%. 6 ഈക്വൽ ടു KE. 6 10%, KE 10%. ഇങ്ങനെ 3 കേസും, ഈ ഒരു 3 കേസാണ് നമുക്ക് എന്ത് പറഞ്ഞിട്ടുള്ളത്? വാൾട്ടർ മോഡൽ ഈ 3 കേസ് നമ്മൾ നോക്കണം. അതാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്യേണ്ടതും. 6 ഗ്രേറ്റർ ദാൻ KE എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം 16% ആകുമ്പോൾ മാർക്കറ്റ് വാല്യൂ കൂടിയത് കാരണം ഫുള്ളും റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടി. ശരിയല്ലേ? 16%, 6 ഗ്രേറ്റർ ദാൻ KE, 10% കൂടുതൽ റിട്ടേൺ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? വാൾട്ടർ മോഡലിൽ 6 റേറ്റ് ഓഫ് റിട്ടേൺ കൂടിയാൽ നമ്മളത് റീറ്റെയിൻഡ് ഏർണിങ്സ് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ഭാവിയിൽ മാറ്റി വെച്ചിട്ട് കമ്പനി അത് എന്ത് ചെയ്യും? കമ്പനി അത് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതുവഴി നമുക്ക് കൂടുതൽ ഏർണിങ്സ് കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആകുമ്പോൾ ഷെയർ പ്രൈസ് ആണ്. ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആകുമ്പോഴാണ് ഷെയർ പ്രൈസ് ഏറ്റവും, അല്ലേ? നമ്മളെന്താ പറയണത്? ഇപ്പോൾ ആ 4 ഇതാ വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 0%, അതുപോലെ തന്നെ 50%, 75%, 100%. അതിൽ 16% ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഒരു ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ 192 കിട്ടി, ഇല്ലേ? 192 കിട്ടി. 6 156, 138, 120. അപ്പം എന്താ 6 കൂടുമ്പോൾ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാതെ റീറ്റെയിൻഡ് ഏർണിങ്സിന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആകുമ്പോൾ ഷെയർ പ്രൈസ് ആണ് ഏറ്റവും കൂടുന്നത്, ഇല്ലേ? ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോൾ ഷെയർ പ്രൈസ് ആണ് ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോഴാണ് ഷെയർ പ്രൈസ് ഏറ്റവും കൂടുതൽ, അല്ലേ? ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുമ്പോൾ ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാവില്ല. കാരണം ഡിവിഡൻഡ് 16%, ഡിവിഡൻഡ് 6 രൂപയും കൊടുത്തപ്പോൾ 156. 16%, ഡിവിഡൻഡ് 9 രൂപ കൊടുത്തപ്പോൾ 138. കുറഞ്ഞു വരികയല്ലേ? 16% ഡിവിഡൻഡ് ഫുള്ളും 16 കൊടുത്തപ്പോൾ 120. അപ്പോൾ ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോൾ, ഫസ്റ്റത്തെ കേസിൽ ഡിവിഡൻഡ് തീരെ 190, ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോഴാണ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടണ ഷെയർ പ്രൈസ് ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോഴാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് വാൾട്ടർ മോഡൽ എന്താ പറയുന്നത്? റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ കിട്ടുന്ന ടൈമിൽ അത് കമ്പനിയിൽ റീറ്റെയിൻഡ് ഏർണിങ്സിന് വേണ്ടി മാറ്റി വെക്കണം, ഡിവിഡൻഡ് കൊടുക്കണ്ട എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ ആർ ലെസ് ദാൻ KE. 6 കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കണം. കാരണം ഡിവിഡൻഡ് കൊടുത്താലുള്ളൂ നമുക്ക് എന്ത് കിട്ടുക? ഡിവിഡൻഡ് കൊടുത്തിട്ട് അത് ഷെയർ ഹോൾഡേഴ്സ് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോൾ 6-8%, ഡിവിഡൻഡ് 0, ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്?
96, ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോൾ 96 കുറഞ്ഞു. അതുപോലെ തന്നെ ഡിവിഡൻഡ് 6 രൂപ കൊടുത്തു. 6 രൂപ കൊടുത്തപ്പോഴും റേറ്റ് ഓഫ് റിട്ടേൺ കെയിനിങ്ങാട്ടി 8%. 8% ആയപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ രണ്ടാമത്തെ കേസിലാട്ടോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെങ്ങാട്ടി റേറ്റ് ഓഫ് റിട്ടേൺ കുറവാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോൾ 0%, ഡിവിഡൻഡ് കുറച്ച് കൊടുത്തപ്പോൾ 50% കൊടുത്തപ്പോൾ നമുക്ക് കിട്ടണ ഷെയർ പ്രൈസ് 108, ഡിവിഡൻഡ് 75%, 50 രൂപ കൊടുത്തപ്പോൾ റേറ്റ് ഓഫ് ഷെയർ പ്രൈസ് 114, ഡിവിഡൻഡ് 100% കൊടുത്തപ്പോൾ ഷെയർ പ്രൈസ് 120. അല്ലേ, ഡിവിഡൻഡ് കൂടുതൽ കൊടുത്തപ്പോഴാണ് ഷെയർ പ്രൈസ് കൂടിയത്. മനസ്സിലായാലും ഇതുകൊണ്ട് ഓക്കെ അല്ലേ. നെക്സ്റ്റ് മൂന്നാമത്തെ കേസിൽ നമ്മൾ ആർ ഈക്വൽ ടു കെ ആണ്. ആറും കെയും തുല്യമാകുമ്പോൾ നമുക്ക് ഒരേ സെയിം റേറ്റാണ് കിട്ടുന്നത്. നമ്മൾ മോദിലാനി മില്ലർ തിയറിയിൽ പറഞ്ഞു സെയിം റേറ്റ്. നമ്മൾ ആറും കെയും കൊടുക്കാതിരിക്കെ ചെയ്തിരുന്ന അവസ്ഥയാണ് എന്ത് ഈ കെ എന്ന് പറയുന്നത്. ഈ കിട്ടുന്ന ഷെയർ പ്രൈസ്. കാരണം ആറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ആയപ്പോൾ 120. അതുകൊണ്ട് ഇതൊരു മോദിലാനി മില്ലർ തിയറിയിലാണ് മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത്. ഓക്കെ ആയില്ലേ. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ തന്നെയാണ് പറഞ്ഞത്. ആറ് ഗ്രേറ്റർ ദാൻ കെ ഇ, ആറ് കെയിനെങ്ങാട്ടി വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാതിരുന്നപ്പോഴാണ്, ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരുന്നപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, കൂടുതൽ ഷെയർ പ്രൈസ് കിട്ടിയത്. രണ്ടാമത്തത് ആറ് കെയിനെങ്ങാട്ടും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെങ്ങാട്ടിനും കുറഞ്ഞപ്പോഴാണ്, ആറ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിനെങ്ങാട്ടിനും കുറഞ്ഞപ്പോൾ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഷെയർ പ്രൈസ് കൊടുത്തത്. ആറ് ഈക്വൽ ടു കെ, ആറും രണ്ടും ഈക്വൽ ആകുമ്പോൾ സെയിം, ഹാസ് നോ എഫക്റ്റ്, മാർക്ക് പ്രൈസിനൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ഇറലവൻറ്റ്, മൂന്നാമത്തെ ഇറലവൻസ് തിയറിയാണ് പറയുന്നത്. ഓക്കെ അല്ലേ. ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പാടി ചെയ്യാം. എ കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു പേ എ ഡിവിഡൻഡ് ₹6 പെർ ഷെയർ നെക്സ്റ്റ് ഇയർ. നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് അടുത്ത വർഷത്തെ നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് 6 രൂപയാണ്. ദ ഡിവിഡൻഡ് ആർ എക്സ്പെക്റ്റഡ് ടു ഗ്രോ പേഴ്സ്ഫുള്ളി അറ്റ് ദ റേറ്റ് ഓഫ് 9%. 9% എത്ര ഗ്രോത്ത് റേറ്റ്, ഈ ഒരു കമ്പനീൻ്റെ ഗ്രോത്ത് റേറ്റ് 9%. വാട്ട് ഈ വാല്യൂ ഓഫ് ദ ഷെയർ ഇഫ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കെ എന്ന് പറയുന്നത് 50% ആണ്. റേറ്റ് ഓഫ് റിട്ടേൺ 15% ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഇക്വേഷനാണ് എടുക്കുക, പി ഈസ് ഈക്വൽ ടു ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും ഇല്ലേ. ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. പി ഈസ് ഈക്വൽ ടു D divided by KE മൈനസ് ജി ഉപയോഗിക്കും ഇല്ലേ. KE മൈനസ് ജി നമ്മൾ യൂസ് ചെയ്യും. കാരണം ഇവിടെ നമുക്ക് ഒരു ഡിവിഡൻഡിൻ്റെ എഫക്റ്റോ റേറ്റ് ഓഫ് റിട്ടേണോ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനായ പി ഈസ് ഈക്വൽ ടു D divided by KE മൈനസ് ജി. ഇവിടെ ഡി എത്ര നമുക്ക് തന്നിട്ടുള്ളത് 6 ആണ്. കെ എത്ര 15%, 50% മൈനസ് ജി എത്ര ഗ്രോത്ത് റേറ്റ് 9 ആണ്, 9%. നമ്മൾ 6 ഡിവൈഡഡ് ബൈ 15% 1.15 മൈനസ് 0.09 എത്ര നമുക്ക് ഉത്തരം കിട്ടുക 100. അപ്പോൾ കിട്ടണ നമ്മൾ മാർക്കറ്റ് പെർ ഷെയർ 100 ആണെന്ന് പറയും. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 100 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ വരിക.